നമസ്കാരം. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ പിടിയിലായതോടെ വെനസ്വേലയുടെ എണ്ണ ഇനി US കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ വൻകിട എണ്ണ കമ്പനികൾ ഇനി വെനസ്വേലയിലെത്തും. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരണമാണ് വെനസ്വേലയ്ക്കുള്ളത്. US കമ്പനികൾ അവിടെ ശതകോടികളുടെ നിക്ഷേപം നടത്തും. തകർന്നടിഞ്ഞ എണ്ണ വിതരണ മേഖലയെ പുനഃസൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ US എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നും തകർന്നു കിടക്കുന്ന എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുമെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. എണ്ണ ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം വെനസ്വേലയുടെ പുനർനിർമ്മാണത്തിലും അമേരിക്കയ്ക്കുണ്ടായ ചെലവുകൾക്ക് നഷ്ടപരിഹാരമായും ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷെവറോൺ പോലെയുള്ള കമ്പനികൾ നിലവിൽ വെനസ്വേലയിലുണ്ട്. അവർക്കൊപ്പം മറ്റ് വലിയ കമ്പനികൾ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിയോഗിക്കും. 300 ബില്യൺ ബാരലിലധികം സ്ഥിരീകരിച്ച കരുതൽ ശേഖരവുമായി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. ഇത് ആഗോള എണ്ണ ശേഖരത്തിന്റെ ഏകദേശം 17 മുതൽ 18% വരെ ഉണ്ട്. സൗദി അറേബ്യയേക്കാൾ കൂടുതലാണിത്. ഈ നിക്ഷേപം കൂടുതലും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒറിനാക്കോ ബെൽറ്റിലാണ്. വൻതോതിലുള്ള ഈ എണ്ണ സമ്പത്തുണ്ടായിട്ടും ദശകങ്ങളായുള്ള നിക്ഷേപമില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, ഉപരോധങ്ങൾ, ദേശീയ എണ്ണ കമ്പനിയുടെ ദുർഭരണം എന്നിവ കാരണം ഉൽപാദനം കുത്തനെ ഇടിഞ്ഞിരുന്നു. 1970-കളിൽ പ്രതിദിനം 3.5 ദശലക്ഷം ബാരൽ വരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് അടുത്ത കാലത്തായി ഉൽപാദനം 1 ദശലക്ഷം ബാരലിനും താഴെയായി. വെനസ്വേല ഉൽപ്പാദിപ്പിക്കുന്ന ഹെവി ക്രൂഡ് ഓയിൽ എന്ന വിഭാഗത്തിൽപ്പെട്ട എണ്ണയാണ്. ഇത് ശുദ്ധീകരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യയും കൂടുതൽ ചെലവും ആവശ്യമാണ്. വെനസ്വേലയുടെ എണ്ണ വ്യവസായം പൂർവ്വസ്ഥിതിയിലാക്കാൻ കുറഞ്ഞതൊരു ദശകമെങ്കിലും സമയവും $100 ബില്യൺ നിക്ഷേപവും ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണോ എന്ന ചർച്ച ലോകമെമ്പാടും സജീവമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 2/4 അനുസരിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ സൈനിക ബലപ്രയോഗം നടത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വെനസ്വേലയിൽ നടന്ന ആക്രമണം ഈ തത്വത്തിന്റെ ലംഘനമാണെന്നും ഇത് ന്യൂറംബർഗ് തത്വങ്ങൾ പ്രകാരം ഒരു അധിനിവേശ കുറ്റകൃത്യമാണെന്നും അന്താരാഷ്ട്ര നിയമവിദഗ്ധനായ ജിയോഫ്രി റോബർട്ട്സൺ കെസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ മുൻകൂർ അനുമതിയില്ലാതെ നടത്തിയ നീക്കം നിയമവിരുദ്ധമാണെന്നാണ് ഭൂരിഭാഗം വിദഗ്ധരുടെയും വിലയിരുത്തൽ. മഡുറോയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഭീകരവാദം വ്യാപിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് ഈ നീക്കത്തെ ന്യായീകരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി സൈനിക ബലം ഉപയോഗിക്കാൻ രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം ആ രാജ്യം നേരിട്ട് ആക്രമിക്കപ്പെടാൻ പോകുന്നുവെന്ന് കൃത്യമായ ബോധ്യം അനിവാര്യമാണ്. വെനസ്വേലൻ സൈന്യം അമേരിക്കയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നതിന് യാതൊരു തെളിവുമില്ലാത്ത സാഹചര്യത്തിൽ സ്വയം രക്ഷ എന്ന വാദം നിലനിൽക്കില്ല എന്നും വിദഗ്ധരുടെ അഭിപ്രായമുണ്ട്. കേവലം ഒരു ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറുന്നത് ആധുനിക നിയമവ്യവസ്ഥയ്ക്ക് എന്തായാലും വെല്ലുവിളിയാണ് എന്ന വിലയിരുത്തലും സജീവമാണ്.